അപ്പോൾ കണ്ണേട്ടൻ പോയില്ലേ അവരെ ഇറക്കാൻ? മാധു ചോദിച്ചു. പിന്നെ എൻ്റെ അമ്മായിയപ്പൻ്റെ വീടല്ലേ ഓടിപ്പോയി ഇറക്കിക്കൊണ്ടുവരാൻ. പിന്നെ രണ്ടുപേരും കുറച്ചൊന്നുമല്ല ആ പാവത്തിനായിട്ട് പെടുത്തുന്നത്, കണ്ണൻ പറഞ്ഞു. എനിക്കറിയാം കണ്ണേട്ട, അവൾ പാവമാ. ആരെത്ര വേദനിപ്പിച്ചാലും പ്രതികരിക്കില്ല. അവളുടെ സ്വഭാവം അങ്ങനെയാണ്, മാധു സങ്കടത്തോടെ പറഞ്ഞു. ഇവിടെ ഞങ്ങളാരും കാണുന്നത് പോലെയല്ല. ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും രണ്ടിനെ എടുത്ത് പുറത്ത് കളയാനാണ് തോന്നിയത്. മിക്കവാറും അമ്മ വരുമ്പോൾ അപ്പച്ചിയും മാമനുമൊക്കെ പടിയിറങ്ങേണ്ടി വരും, കണ്ണൻ പറഞ്ഞു. അല്ല കണ്ണേട്ട, എന്നാലും ഈ വീഡിയോ എടുത്ത് അയച്ചത് ആരാ? ഇനി നമ്മുടെ അനു ആണോ? മാധു സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ എൻ്റെ കൊച്ചിനെ മന്ദമുത്തി എന്ന് എങ്കിലും വിളിച്ചേനെ, കണ്ണൻ ചിരിയോടെ പറഞ്ഞു. എന്നാലും ഇത്രയും പ്രശ്നമാകുമെന്ന് അറിഞ്ഞില്ലടി ഞാൻ, അവൻ അവളോട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു ഇത് പ്രശ്നമാകുമെന്ന്. പ്രശ്നമാകട്ടെ, അതിലെന്താ തെറ്റ്? ആ പാവത്തിനെ ഇവിടെ ഇട്ട് എല്ലാവരും കൂടെ കൊല്ലാതെ കൊന്നതല്ലേ, അനു പറഞ്ഞു. അതും ശരിയാണ്. അല്ല, നീ ഇതൊക്കെ എപ്പോൾ എടുത്തു? നിന്നോട് ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരാഴ്ച തികച്ചായിട്ടില്ലല്ലോ. പക്ഷേ ആ വീഡിയോയിൽ അന്ന് താലി പൊട്ടിച്ച ശേഷം മുതലുള്ള എല്ലാം ഉണ്ട്, അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ നേരത്തെ പാവം മാൻകുഞ്ഞിൻ്റെ പിന്നാലെ പോയ അനു, അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. ഓഹോ, അപ്പോൾ നീ എല്ലാം നേരത്തെ കരുതിക്കൂട്ടിയിരുന്നതാണല്ലേ, അനു അവനെ നോക്കി ചോദിച്ചു. ഡീ, പിറകിൽ നിന്നുള്ള അലർച്ച കേട്ട് അനു ഞെട്ടി. അപ്പോഴേക്കും അവൻ ജനാലയുടെ അടുത്ത് നിന്ന് ഓടിയിരുന്നു. അനു ചിരിയോടെ തിരിഞ്ഞു നോക്കി. പിറകിൽ അവളെ നോക്കി പേടിപ്പിച്ച് കണ്ണൻ നിൽപ്പുണ്ട്. ആരാടി അവൻ? കണ്ണൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അത് അപ്പുറത്തെ വിഷ്ണുവാ, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനും നീയായിട്ട് എന്താ ഒരു ചുറ്റിക്കളി? 2 ദിവസം മുന്നേ മതിലിൻ്റെ സൈഡിലും ഇതുപോലെ കണ്ടു. അവനാണെങ്കിൽ ആരെങ്കിലും കണ്ടാൽ അപ്പോൾ കള്ളന്മാരെ പോലെ ഓടും. സത്യം പറ അനു, ആ വീഡിയോ എടുത്ത് അയച്ചത് നീയും അവനും കൂടെ അല്ലേ? കണ്ണൻ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കി. അനു അവനെ ഞെട്ടി ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നിന്നു. ചോദിച്ചതിന് ഉത്തരം പറയടി. കണ്ണൻ്റെ അലർച്ച കേട്ടതും അനു കണ്ണു നിറച്ച് അവനെ നോക്കി. ഞാൻ നന്ദു ചേച്ചിയുടെ അവസ്ഥ കണ്ട് അറിയാതെ ചെയ്തു പോയതാ, അനു അതും പറഞ്ഞ് കരയാൻ തുടങ്ങി. കണ്ണൻ കിളി പറന്ന പോലെ അവളെ ഒരു നിമിഷം നോക്കിപ്പോയി. താൻ കുറച്ചു മുന്നേ കളിയാക്കിയതാണ്, ബുദ്ധിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവൾക്ക് തന്നെക്കാൾ ബുദ്ധിയുണ്ടല്ലോ. പെട്ടെന്ന് അവളുടെ തേങ്ങൽ കേട്ട് കണ്ണൻ തലയിൽ കൈവച്ചു പോയി. അനൂസേ, ഡി പൊട്ടിക്കാളി, ഞാൻ നിന്നെ പേടിപ്പിച്ചതാ, ചുമ്മാ കരയാതെ. അതും പറഞ്ഞ് കണ്ണൻ അനുവിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അനുവിൻ്റെ സങ്കടമൊക്കെ മാറി. എന്നാലും എൻ്റെ കുട്ടിക്ക് ഇത്ര ബുദ്ധിയുണ്ടായിരുന്നോ? അനുവിനെ നോക്കി കണ്ണൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ മാത്രമല്ല വീഡിയോ എടുത്തതും അത് പോലീസിന് അയച്ചു കൊടുത്തതും വിഷ്ണുവേട്ടനാണ്, അനു പറഞ്ഞു. വിഷ്ണുവേട്ടനോ? കുറച്ചു മുന്നേ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സത്യം പറയടി, എന്താ നിങ്ങൾ തമ്മിൽ ഇതിനിടയിൽ കണക്ഷൻ? കണ്ണൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. സത്യം പറഞ്ഞ അങ്ങേർക്ക് എന്നോട് ലവ് ആണ്, പക്ഷേ പറയൂല. എൻ്റെ സ്വഭാവം മഹാ തറയാണെന്നറിയാം. അതുകൊണ്ട് നൈസായി എന്നെ സോപ്പിട്ട് കാര്യം പറയാൻ നോക്കുക, അനു കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യടാ, ഒരു ലവ്? ഇനി നിന്നെ അവൻ്റെ ഒപ്പം കണ്ടാൽ കാൽ തല്ലി ഓടിക്കും. അവൻ്റെ അല്ല, നിന്റെ. പഠിച്ചു വല്ല ജോലിയും വാങ്ങാനല്ല, മുട്ടേന്ന് വിരിഞ്ഞില്ല അപ്പോഴേ പ്രേമം. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. കണ്ണൻ ഒരു ഗൗരവക്കാരനായ ഏട്ടനായി മാറി അപ്പോഴേക്കും. ഏട്ടനാകാം, എനിക്ക് ആയിക്കൂടാ, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അനു, അവൻ്റെ സ്വരം മാറി. ഞാൻ പ്രേമിച്ച് നടന്നത് നിന്നെപ്പോലെ താഴോട്ടോ മേലോട്ടോ എന്നറിയാത്ത ഒരു +2 ടൈം അല്ല. അതൊക്കെ കഴിഞ്ഞു പഠിച്ചൊരു ജോലി വാങ്ങിയ ശേഷം. ആദ്യം സ്വന്തം കാലിൽ നിൽക്ക്. പ്രേമിക്കേണ്ടെന്ന് പറഞ്ഞില്ല, സ്വന്തം കാലൊന്ന് ഊന്നി പിടിച്ചിട്ട് പ്രേമിക്കാം. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ അനിയത്തിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും ഗൗരവത്തിൽ പറഞ്ഞു അവൻ പോകാൻ തുടങ്ങിയതും അനു അവൻ്റെ കയ്യിൽ പിടിച്ചു. സോറി ഏട്ടാ, ഞാൻ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാ, അല്ലാതെ എനിക്ക് അവനോട് പ്രേമമൊന്നുമില്ല, സത്യം, അവൾ അവനെ നോക്കി പറഞ്ഞു. നിന്നോട് പ്രേമിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല, അതിനൊരു സമയമുണ്ട്. ഇപ്പോൾ പഠിക്ക്. അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും വന്നതും ഒരുമിച്ചായിരുന്നു. ആലുവിൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കണക്കിന് കിട്ടിയെന്നു. ശരിക്കും കിട്ടിയോ? ആലുവിൻ്റെ അടുത്തേക്ക് വന്ന് ആക്കി ചിരിയോടെ കണ്ണൻ ചോദിച്ചു. അല്ലുവും വസുവും അവനെ ചിറഞ്ഞു നോക്കി. നീ ആയിരിക്കും നിന്റെ മറ്റവൾക്ക് വേണ്ടി ഇതുപോലെ ഒരു മൂന്നാംകിട പരിപാടി കാണിച്ചത്, അല്ലു പറഞ്ഞു. ഞാൻ മൂന്നാംകിട പരിപാടി? നട്ടലില്ലാത്ത നിന്നെ പോലെ ഞാൻ നിൽക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേർക്ക് നേരായിരിക്കും. പിന്നെ ഇവർക്ക് കിട്ടിയത് അതൊട്ടും കുറഞ്ഞിട്ടില്ല, അത്യാവശ്യമായിരുന്നു. ആര് തന്നെ ചെയ്താലും അതൊരു നല്ല കാര്യമാണ്. ഇതൊക്കെ കണ്ട് ഒതുങ്ങിയാൽ നിങ്ങൾക്ക് കൊള്ളാം, കണ്ണൻ പറഞ്ഞു. ആലു ഒന്നും മിണ്ടിയില്ല. അല്ല, അവൾക്ക് മിണ്ടാൻ വയ്യ, അതായിരുന്നു അവസ്ഥ. നന്ദു ആരെയും നോക്കാതെ മുറിയിലേക്ക് പോയി. അവൾക്ക് ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു, അത്രയ്ക്ക് അവൾക്ക് വയ്യായിരുന്നു. അമ്മ തൽക്കാലം അവളോടിപ്പോൾ ഒരു വഴക്കിന് പോകണ്ട, അതാ നല്ലത്. അവസരം നമ്മളെ തേടി വരും, അല്ലു പറഞ്ഞു. ആ, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശമാണല്ലോ, രാമചന്ദ്രൻ അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. നിനക്കിനിയെങ്കിലും മാറിക്കൂടെ അല്ലു?
ഇങ്ങനെ അമ്മക്കൊന്തനാകാതെ രാമചന്ദ്രൻ അല്ലുവിനെ നോക്കി വെറുപ്പോടെ ചോദിച്ചു. നിങ്ങൾ മിണ്ടരുത്. എൻ്റെ മോളെ നിങ്ങൾ ബെൽറ്റ് കൊണ്ട് മാടിനെ തല്ലുന്നത് പോലെ തല്ലി. പോരാത്തതിന് എന്നെയും മോളെയും കൊണ്ട് പോയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾ വന്നോ? എന്നിട്ട് നിന്ന് പ്രസംഗിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? വസു ദേഷ്യത്തിൽ പറഞ്ഞു തീർന്നതും മുഖമടിച്ചൊരടിയായിരുന്നു രാമചന്ദ്രൻ്റെ മറുപടി. വസുന്ധര എൻ്റെ ഭർത്താവല്ല, ഞാൻ നിന്റെ ഭർത്താവാണ്. അമ്മയെ കണ്ടേ മക്കൾ പഠിക്കൂ. നിന്റെ വളർത്തുദോഷവും നിന്റെ മോൻ്റെ കഴിവുകേടുമാണ് നീയും നിന്റെ മോളും ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ എല്ലാവർക്കും കഴിയാം. ഇല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളണം അമ്മയും മക്കളുമൊക്കെ. ഇതുപോലെ നാശം പിടിച്ച ഭാര്യയും മക്കളും ഇല്ലെന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഇതിലും അന്തസ്സുണ്ടാകും. രാമചന്ദ്രൻ്റെ അങ്ങനെയൊരു ഭാവം അല്ലു ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവൾ ആ തടിച്ച് എല്ലാവരെയും വശത്താക്കി വെച്ചേക്കുക. അധിക ദിവസം അവൾ ഇനി ഇവിടെ കഴിയില്ല, അനുവദിക്കില്ല ഞാൻ, വസുന്ധര ദേഷ്യത്തോടെ പറഞ്ഞു. ആലുവും നന്ദുവിനെ കൊടുക്കാൻ പദ്ധതികൾ മനസ്സിൽ കണക്കുകൂട്ടി ആ വേദനയ്ക്കിടയിലും. അല്ലു മുറിയിലെത്തുമ്പോൾ നന്ദു നല്ല ഉറക്കമാണ്. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അല്ലുവിൻ്റെ ഉള്ളൊന്ന് തണുത്തു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹലോ സ്വര, അല്ലു സ്നേഹത്തോടെ വിളിച്ചു. എവിടെ അല്ലു? നീ ഇന്ന് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? ഒരുപാട് വൈകിയല്ലോ. ഇന്നിനി വരുന്നുണ്ടോ? സ്വര ചോദിച്ചു. ദാ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ടായി, അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇപ്പോൾ ദാ ഒന്ന് ഫ്രീ ആയിട്ടേ ഉള്ളൂ. ഞാനൊന്ന് ഫ്രഷായിട്ട് റെഡിയായി വരാം, അല്ലു പറഞ്ഞു. ഏയ് വേണ്ട അല്ലു, എനിക്ക് നാളെ മോർണിംഗ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, നമ്മുടെ അഗ്നിദേവ ആചാര്യയുടെ. നീ വരുവാണെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഓക്കെ, നീ റെസ്റ്റ് എടുത്തോ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ. ഫോൺ ഓഫായിരിക്കും കേട്ടോ. ബൈ, മിസ് യു. അവൾ പറയാനുള്ളത് പറഞ്ഞ് കോൾ കട്ടാക്കി. അല്ലുവിൻ്റെ മുഖം മങ്ങി. അവളെയും കൊണ്ട് ഒന്ന് പുറത്തു പോകാനായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയായിരുന്നു നേരത്തെ എത്തിയതും. അപ്പോഴേക്കും ഒരു അനിയത്തിയും ഈ തടിച്ചിയും കൂടെ കുളമാക്കി. അവൻ അകത്തേക്ക് നോക്കി താഴെ ചുരുണ്ടുകൂടി കിടക്കുന്ന നന്ദുവിനെ കണ്ട് അല്ലുവിന് കലി കയറി. കിടക്കുന്ന കണ്ടില്ലേ തടിച്ചി, ഒരൊറ്റ ചവിട്ട് കൊടുത്താൽ തീരും അവളുടെ അമ്മയുടെ. അല്ലു അവളെ നോക്കി ദേഷ്യത്തിൽ പല്ല് കടിച്ചു പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് പോയി കിടന്നു. രാത്രി അനുവും കണ്ണനും രാമചന്ദ്രനും മാത്രമായിരുന്നു അത്താഴം കഴിക്കാൻ. ആലുവിൻ്റെ മുഖമൊക്കെ നീര് വന്ന് വീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അനു, നന്ദുവിനെ ഫുഡ് കഴിക്കാൻ വിളിച്ചില്ലേ? രാമചന്ദ്രൻ ചോദിച്ചു. വിളിച്ചു മാമേ, ചേച്ചി നല്ല ഉറക്കമാണ്, അനു പറഞ്ഞു. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. 3 പേരും കഴിച്ചു കിടന്നു. രാത്രി ഒരുപാട് വൈകിയാണ് നന്ദു ഉണർന്നത്. അവൾക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു. തലയിലെ മുറിവിൻ്റെ ആകും നേരത്തെ വേദനയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആശ്വാസമുണ്ട്. റൂമിൽ 0 ബൾബുണ്ട്, അതുകൊണ്ട് ചെറിയ പ്രകാശം റൂമിലുണ്ട്. നന്ദു എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അല്ലു വെള്ളം എടുത്തു വച്ചിട്ടില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം തന്നെ അല്ലു കണ്ണു തുറന്നു. ഇവൾ എവിടേക്കാ ഈ പാതിരാത്രി? അല്ലുവും അവളുടെ പിന്നാലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. നന്ദു ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് പോയി. അവൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുക്കളയിൽ ലൈറ്റ് തെളിഞ്ഞത്. ആ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കട്ട് തിന്നാൻ കയറിയതായിരിക്കും അല്ലേടി തടിച്ചി. ആലു ആയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അല്ലുവുമുണ്ട്. നന്ദു അവരെ ഒന്ന് നോക്കിയിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അങ്ങോട്ട് കണ്ണൻ കയറി വന്നത്. പുറകുവശത്ത് നിന്ന് ഫോൺ വിളിച്ചു കയറി വന്ന കണ്ണനെ കണ്ട് അല്ലുവും ആലുവും പരസ്പരം നോക്കി. ഓ, അപ്പോൾ തടിച്ചിയുമായി ഇങ്ങനൊരു നല്ല ബന്ധം നേരത്തെ സ്ഥാപിച്ചത് കൊണ്ടായിരിക്കും കണ്ണേട്ടൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. ആ, എന്തായാലും കൊള്ളാം. ആലു പറഞ്ഞത് കേട്ട് നന്ദു ഞെട്ടലോടെയും വെറുപ്പോടെയും ആലുവിനെ നോക്കി. ദേ, നിന്നെ ഇനി തല്ലിയാൽ എൻ്റെ കൈ നാറും, അതുകൊണ്ട് തല്ലുന്നില്ല, കണ്ണൻ വല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? അല്ലു മുന്നോട്ട് വന്ന് ചോദിച്ചു. ഞാൻ പുറത്തുനിന്ന് ഫോൺ വിളിക്കുമായിരുന്നു, അല്ലാതെ നിന്റെ പെങ്ങൾ പറഞ്ഞ അവിഹിതമല്ല, കണ്ണൻ ആലുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞു നടക്കും, ഇനി കൈയോടെ പിടിച്ചല്ലോ, ആലു ഉച്ചത്തിൽ പറഞ്ഞു. നിർത്തടി, നീ ഇതുവരെ പറഞ്ഞത് കേട്ട് മിണ്ടാതെ നിന്നത് നിന്റെ അത്രയും തരം താഴാൻ വയ്യാത്തത് കൊണ്ടാണ്. നന്ദുവിൻ്റെ ദേഷ്യത്തോടുള്ള ശബ്ദം കേട്ട് കണ്ണൻ ഉൾപ്പെടെ 3 ഞെട്ടി. നിനക്ക് കിട്ടിയത് ഒന്നും ആയിട്ടില്ലെന്ന് മനസ്സിലായി. നീ എന്താ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് പറഞ്ഞത്? നന്ദു അതും ചോദിച്ച് കണ്ണൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളുടെ അടുത്തേക്ക് നിർത്തി. ദേ, ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടനാണ്, രക്തബന്ധം കൊണ്ടല്ല, കർമ്മം കൊണ്ട്. എൻ്റെ ഏട്ടനായ എന്നെ അല്പമെങ്കിലും മനസ്സിലാക്കിയ ഏട്ടൻ. അല്ല, നീയും നിന്റെ ഏട്ടന് എന്താ ഈ നേരത്തിവിടെ? നിങ്ങൾ തമ്മിൽ പറയാൻ പാടില്ലാത്ത ബന്ധമാണോ? നന്ദുവിൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് ആലു മറുപടി പറയാൻ തന്നെ മറന്നു. ഡീ, അല്ലു ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് അവളെ അടിക്കാൻ കൈ വാങ്ങി. തൊട്ടുപോകരുത്, അല്ലുവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും അല്ലുവിൻ്റെ കൈ താന്നു. നിങ്ങൾ ആരാ എന്നെ തല്ലാനും ശാസിക്കാനും? ഞാൻ എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഒഴിഞ്ഞു പോകാനല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു.
എന്ത് എന്ത് കണ്ടിട്ടാടി ഈ കിടന്ന് തിളയ്ക്കുന്നത്? ആ പോലീസുകാരിയെ കണ്ടിട്ടാണോ? അല്ലു ചോദിച്ചു. ആരെയും കണ്ട് തിളയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്ന് നേരെ പ്രതികരിച്ചാൽ മതി എല്ലാത്തിൻ്റെയും നാവടങ്ങാൻ. ഒതുങ്ങി ഒതുങ്ങി പോകുന്നത് പേടി കൊണ്ടാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോ. പേടിച്ചിട്ടല്ല, എൻ്റെ പ്രതികരണം ചിലപ്പോൾ ഇനി കൈ കൊണ്ടാകും. നാവ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങളൊക്കെയും നന്നായെന്ന് വരില്ല. ആല് ഒരക്ഷരം മിണ്ടാതെ നിൽപ്പാണ്. അവളെ നോക്കി കണ്ണനാണെങ്കിൽ ചിരിക്കുന്നുമുണ്ട്. അവൻ്റെ മനസ്സ് നിറഞ്ഞു. എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇനിയും പറയടി, ഞാനും ഏട്ടനും വഴിവിട്ട ബന്ധമാണെന്ന്. ഇനി പറയുമ്പോൾ നീ ഓർക്കണം, നീയും നിന്റെ ഈ നിൽക്കുന്ന ഏട്ടനും തമ്മിൽ എന്ത് ബന്ധമാണോ ആ ബന്ധമാണ് ഞാനും എൻ്റെ കണ്ണേട്ടനും തമ്മിലെന്ന്. അവളുടെ അവിഹിതം കണ്ടെത്തൽ. നന്ദു അതും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് നിന്നു. നന്ദു ദേഷ്യത്തിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് മുന്നിൽ ഞെട്ടി വായും തുറന്നു നിൽക്കുന്ന അനുവിനെ കണ്ടത്. എന്താടി? നന്ദു അടുത്തെത്തിയിട്ടും വാ തുറന്ന് അവളെ നോക്കി നിൽക്കുന്ന അനുവിനോട് ചൂടായിക്കൊണ്ട് നന്ദു ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, പൊയ്ക്കോളൂ. അനു ചെറിയ പേടിയോടെ അവളെ നോക്കി. നന്ദു വേഗം മുറിയിലേക്ക് പോയി. കണ്ണൻ അല്ലുവിനെ നോക്കി. നീയും ഇവളും ഇത്രയ്ക്ക് തരം താഴുമെന്ന് കരുതിയില്ല. എന്തായാലും കൊള്ളാം. ഇനി നിന്നെ ഒരിക്കലും ആ പഴയ അലോകായി കാണില്ല. നിന്നോടൊരല്പം സഹതാപം ഉണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ഒന്നാന്തരം വെറുപ്പായി മാറിയിട്ടുണ്ട്. കണ്ണൻ അനിയത്തിയെയും ചേട്ടനെയും നോക്കി പറഞ്ഞിട്ട് കയറിപ്പോയി. ആലു അല്ലുവിനെ ഒന്ന് നോക്കി. പിന്നെ അവളും പോയി. അല്ലു മുറിയിലെത്തുമ്പോൾ നന്ദു കിടന്നു. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ലൈറ്റ് ഓഫാക്കി കിടന്നു. അവന് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വന്നില്ല. നന്ദുവിൻ്റെ ഈ മാറ്റം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം കിട്ടാതെ ആയപ്പോൾ അവൻ എണീറ്റിരുന്നു. പിന്നെ കിടന്നു. ഇടയ്ക്ക് നന്ദുവിനെ ഒന്ന് നോക്കി. അവൾ നല്ല ഉറക്കമാണ്. അവളുടെ മുഖം ആ ചെറിയ വെളിച്ചത്തിലും വ്യക്തമായി കാണാൻ കഴിഞ്ഞു. വല്ലാത്തൊരു ഭംഗിയുണ്ട് അവളുടെ മുഖത്തിന്. അവൻ അവളുടെ മുഖമാകെ കണ്ണോടിച്ചു. അവസാനം അവളുടെ നഗ്നമായ അരക്കെട്ടിൽ പതിഞ്ഞു. ഫാനിൻ്റെ കാറ്റിലോ തിരിഞ്ഞു കിടന്നപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടോ ആകാം, സാരി അല്പം മാറിക്കിടപ്പുണ്ട്. അല്ലു അവിടെ നിന്ന് കണ്ണെടുക്കാതെ നോക്കി. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുക്കുന്നത് അവൻ അറിഞ്ഞു. അങ്ങനെ നോക്കി കിടന്നു. എപ്പോഴോ അവന് ഉറക്കം പിടിച്ചു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. വസുവും മോളും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. തൽക്കാലം രണ്ടും അടങ്ങി. നന്ദു പഴയ പോലെ തന്നെയാണ്. അന്ന് മൂഡ് സ്വിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയതെന്നാണ് അല്ലുവിൻ്റെ പക്ഷം. അതിനോട് വീട്ടിലെല്ലാവരും യോജിക്കുന്നുമുണ്ട്. ഇന്ന് വൃന്ദാവനത്തിൽ ഒരു വിശേഷമുണ്ട്. ഇന്ന് നമ്മുടെ സ്വന്തം പൊന്നോമന കണ്ണിലുണ്ണി, നമ്മുടെ മുത്ത് ആലുവിൻ്റെ എൻഗേജ്മെൻ്റാണ്. ഇതൊക്കെ എപ്പോൾ എന്ന് ചോദിച്ചാൽ ആലുവിൻ്റെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് വേണം. അതുകൊണ്ട് തന്നെ ആലോചനയും ഉറപ്പിക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇന്നതാ എൻഗേജ്മെൻ്റാണ്. പയ്യൻ വിഷ്ണു ആളൊരു അധ്യാപകനാണ്. പോരാത്തതിന് ഇപ്പോൾ ആലുവിൻ്റെ കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറാണ്. അപ്പോൾ ചോദിക്കും ലൈനാണോന്ന്. ബോധം വിവരം ഉള്ളതൊന്നും നമ്മുടെ കൊച്ചിനെ നോക്കില്ല. കയ്യിലിരിപ്പ് അതാണ്. രാവിലെ തന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ബന്ധുക്കളും സ്വന്തക്കാരുമായി തറവാട് നിറച്ചു ആളാണ്. നന്ദുവിന് എൻഗേജ്മെൻറ്റ് പ്രമാണിച്ച് ഒരു സാരി വസുന്ധര വാങ്ങിക്കൊടുത്തു. അത്യാവശ്യം വില കൂടിയ കൊള്ളാവുന്ന ഒരു സാരി തന്നെയാണത്. തറവാട്ടിൽ വെച്ച് തന്നെയാണ് എൻഗേജ്മെൻറ്റ്. രണ്ട് വീട്ടുകാരുടെയും ബന്ധുക്കൾ മാത്രമാണ്. നന്ദു റെഡിയായിട്ട് മുറിയിൽ തന്നെ ഇരിപ്പാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോയില്ല. അവൾക്കെന്തോ എല്ലാവരുടെയും മുന്നിൽ പോയി നിൽക്കാൻ അവൾക്ക് സ്വയം ഒരു അപകർഷത. അല്ലു ഇടയ്ക്ക് റൂമിൽ കയറി വന്നപ്പോൾ അവൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു. ആ സാരിയിൽ അവളെ കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു. പിന്നെ അധികം വണ്ണം അവൾക്കുള്ളതായിട്ട് ആ സാരിയിൽ തോന്നിയില്ല. അല്ലു അവളെ ആകെ മൊത്തം ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. അല്ലു താഴേക്ക് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വസുന്ധര മുറിയിലേക്ക് കയറി വന്നത്. അവരും നന്ദുവിനെ ആ വേഷത്തിൽ കണ്ട് ഒന്ന് അമ്പരന്നു. കാരണം അവളെ ആ സാരിയിൽ കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു. പോരാത്തതിന് അവളുടെ വണ്ണം ആ സാരിയിൽ അറിയാനും കഴിയുന്നില്ല. റൂമിലേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ട് നന്ദു സ്വയം ഒന്ന് നോക്കി. പിന്നെ അവരുടെ അടുത്തേക്ക് പോയി. അമ്മേ, നന്ദു പതിയെ വിളിച്ചു. ആ, നിന്നെ വിളിക്കാൻ പല്ലക്കം കൊണ്ട് വന്നാലേ തമ്പുരാട്ടി ഇറങ്ങി വരുന്നുണ്ടോ? വസു അവളെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചു. ഞാൻ താഴേക്ക് വരാൻ തുടങ്ങിയതാ. പിന്നെ എല്ലാവരും ഇനി എന്നെ. നന്ദു പറഞ്ഞു പൂർത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അവർ തടഞ്ഞു. കൂടുതൽ പാവം ചമയണ്ട. ശരിക്കുമുള്ള നിന്നെ ഞങ്ങൾ കുറച്ചു ദിവസം മുന്നേ കണ്ടതാ, അതു മതി. ഇറങ്ങി വരാൻ നോക്കടി. ഇനിയും നീ എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. അവളെ തറപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞു പോയി.